ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ പുതിയൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC ഫിസിക്സ് കേരള സിലബസ് ടോപ്പിക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ ഒരു നട്ട്ഷെല്ലായിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. ദറ്റ് ഈസ് എഫക്ട്സ് ഓഫ് ഹീറ്റ് ഇലക്ട്രിക് കറന്റ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എടുത്താൽ ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ആൻ ഇലക്ട്രിക്കൽ അയൺ ബോക്സ്, നമ്മളിത് പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറ്റപ്പെടും. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ബൾബ് എടുത്താലോ, ബൾബിൽ എന്താ സംഭവിക്കുന്നത്? ബൾബ് എടുത്താൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. നമ്മുടെ നോർമൽ പഴയ ഫിലമെന്റ് ബൾബൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഹീറ്റ് എനർജിയും അതുപോലെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. Electrical devices are the devices which converts one form of energy to another form of energy and operate it. So, if electrical energy is converted to heat energy, that is called the heating effect of electric current. If electrical energy is converted to light energy, that is called the lighting effect of electric current. So, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ എഫക്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാവണം. സോ വി ആർ ഹാവിങ് ഒരു സെല്ലുണ്ട്. ആ സെല്ലിലേക്ക് നമ്മളൊരു നിക്രോം വയർ കണക്ട് ചെയ്തിരിക്കുന്നു. നിക്രോം വയർ നമ്മൾ യൂസ് ചെയ്യണം, കാരണം നിക്രോം വയർ എന്ന് പറയുന്നത് വളരെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു സാധനമാണ്. സോ അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഹൈ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് കറണ്ടിനെ ഓപ്പോസ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഈ സെല്ല് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, നമ്മൾ ഈ പറയപ്പെടുന്ന സെല്ല് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. ദിസ് പർട്ടിക്കുലർ നിക്രോം വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. നിക്രോം വയർ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളത് കൊണ്ട് അത് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യപ്പെടും. ഇനി നമ്മൾ ഈ പറയപ്പെടുന്നതിനകത്ത് നമുക്ക് ഇതിനകത്ത് എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് നമ്മളൊരു അമീറ്ററിനെ കണക്ട് ചെയ്യുന്നു. നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഒരു അമീറ്റർ വെക്കുന്നു. അമീറ്റർ വിൽ മെഷർ ദി ഫ്ലോ ഓഫ് കറണ്ട്. എത്രത്തോളം കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഈ പറയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. എന്താണ് വോൾട്ടേജ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാണാം. സോ അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് കറണ്ടിന്റെ യൂണിറ്റ് ആണ് I amount of current will be flowing over there. Assume like that. So, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കറണ്ട്, when you are considering the term electric current എന്ന് പറഞ്ഞാൽ nothing but flow of charge ആണ്. Basically it is like directed flow of electric charge ആണ്. ഇപ്പൊ നമ്മൾ കറണ്ടിന്റെ കാര്യം എടുക്കുമ്പോൾ കറണ്ടിന്റെ കാരണമാകുന്നത് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു സെല്ല് കൺസിഡർ ചെയ്താൽ ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇത് പോസിറ്റീവ് ടെർമിനൽ. ഇലക്ട്രോൺ ഫ്ലോ സംഭവിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. പക്ഷേ ആസ് പെർ കൺവെൻഷൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഗിവൺ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. സോ അപ്പം ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പറഞ്ഞു വെൻ ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ്, ഇലക്ട്രോൺസ് ആർ ഹാവിംഗ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അത് നത്തിങ് ബട്ട് എന്താണ്? ഫ്ലോ ഓഫ് ചാർജസ് ആണ്. സോ ഇഫ് Q amount of charge is flowing, നമ്മൾ ചാർജിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് Q എന്ന് പറയുന്നത്. ഇഫ് Q amount of charge flows for a time t, so how much amount of charge flows in unit time is called current, is given by I. അതായത് the amount of charge flows per unit time is called current. So I can be given as I is equal to Q by T. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ്. ചാർജിന്റെ യൂണിറ്റ് കൂളം. കറണ്ടിന്റെ യൂണിറ്റ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സോ കൂളംസ് പെർ സെക്കൻഡ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആംപിയർ.
അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ടേം കോൾഡ് ഇ. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ഉണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വെള്ളം ഒഴുകുവാണ് ഒരു ഹൈ വോൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ വോൾട്ടിറ്റ്യൂഡിലേക്ക്. വെള്ളം ഒരിക്കലും ലോ വോൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഹൈ വോൾട്ടിറ്റ്യൂഡിൽ ഒഴുകത്തില്ല. കാരണം എന്താണ്? അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യം പ്രഷറാണ്. മുകളിൽ ഹൈ പ്രഷർ, താഴെ പ്രഷറിന്റെ ഡിഫറൻസ് ഉണ്ട്. പ്രഷറാണ് അവിടുത്തെ ഗവേണിംഗ് ഫാക്ടർ. പ്രഷർ കൂടുതലുള്ളിടത്തുനിന്ന് പ്രഷർ കുറവുള്ളതിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. ഇൻ ദ സെയിം വേ ഓരോ കാര്യങ്ങളും സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലോ സംഭവിക്കൂ. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ഡിഫറൻസിനെ നമ്മൾ ഗ്രേഡിയന്റ് ആണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. അപ്പൊ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. സോ ദ ഗ്രേഡിയന്റ് ഫോർ കറണ്ട് ഫ്ലോ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇഫ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് the potential difference between any point is the എന്ന് പറയുന്നത് it is the work done in bringing the charge how much are bringing 1 coulomb of charge from one point to another. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു കൂളം ഓഫ് ചാർജിനെ ബ്രിങ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന വർക്ക് എന്താണോ ആ വർക്കിനെയാണ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 വോൾട്ട് ഓഫ് വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു ബ്രിങ് ദ ചാർജ് ഫ്രം 1 കൂളം ഓഫ് ചാർജ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ക്ലിയർ? Fine. So we can given that it is the work done in order to bringing the 1 coulomb of charge. ഒരു കൂളം ഓഫ് ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണോ ആ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? I is equal to Q by T. I എന്ന് പറയുന്നത് Q by T ആണെന്ന് മനസ്സിലായി. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് എന്നെ കൊണ്ടുവരികയാണ്. വി ആർ ബ്രിങ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് കൊണ്ടുവരുവാണ്. അതിനാവശ്യമായിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് W ആണെന്ന് വിചാരിക്കാം. അതിനാവശ്യമായിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് W ആണെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കൂളം ഓഫ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക്. ഇവിടെ എന്താണ്? W എന്ന് പറയുന്നത് ക്യൂ എമൗണ്ട് ഓഫ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക്. അപ്പോൾ ഒരു കൂളം ഓഫ് ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് എന്ത് വരും? W divided by Q. So what we can write? The voltage V is equal to W divided by Q or W is equal to QV. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ is equal to ചാർജ് into പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ രണ്ട് പോയിന്റിൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ക്ലിയർ? ദർ ഇസ് എ ടേം ദാറ്റ് ഈസ് കോൾഡ് പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. അതായത് യൂണിറ്റ് ടൈമിൽ ചെയ്യേണ്ടി വരുന്ന വർക്കിന്റെ അളവിനെയാണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു വി ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Q into V divided by T is equal to power. Power is equal to Q into V divided by T. We know that I is equal to Q by T. I എന്ന് പറയുന്നത് Q by T ആണെങ്കിൽ power can be written as Q by T ക്ക് പകരം I കൊടുത്താൽ I into V. So നമുക്ക് എന്ത് എഴുതാം? Power equal to Q into V by T or it is nothing but equal to I into V. Clear? Power is equal to I into T. So power is equal to fine. What is QV? QV എന്ന് പറഞ്ഞാൽ വർക്കാണ്.
QV is equal to work done. Okay. QV എന്ന് പറയും ഇവിടെ നമ്മൾ QV കണ്ടുപിടിക്കണം എന്ത് വരും QV is equal to I into V into T. Correct? QV is equal to I into V into T. That means work done can be written as IVT. So നമുക്ക് എന്ത് എഴുതാം work done equal to QV is equal to IVT. Work done is equal to QV is equal to I into V into T. Understood? Fine. ഇനി നമുക്കൊരു law ഉണ്ട് that is called Ohm's law. Ohm's law എന്ന് പറഞ്ഞാൽ Ohm's law is the potential difference across a conductor is directly proportional to the amount of current flows. The potential difference in a conductor is directly proportional to the amount of current flows. Proportionality matter, we need to multiply with a constant into I. That constant is called resistance. That is equal to V is equal to IR. V എന്ന് പറയുന്നത് IR ആണെങ്കിൽ Vക്ക് പകരം എന്ത് കൊടുക്കാം IR കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും I into IR into T. That is equal to I square RT. That is equal to I square RT. So നമുക്ക് work done എന്തൊക്കെ ഇക്വേഷൻ കിട്ടി work done is equal to QV, work done equal to IVT, work done equal to I square RT. Then work means nothing but energy. So that can be written as heat energy or the heat produced or work done equal to I square RT. ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഈക്വൽ ടു I square RT. സോ നമുക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിലെ ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് the square of the current in the conductor. Why I is the amount of current, so square means product of square of the current in the conductor into the resistance of the conductor and the time of current flows. So what we can say, the heat generated in a current carrying conductor, is directly proportional to the product of എന്താണ് ഈ മൂന്ന് ടൈമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട് ഇൻ ദ കണ്ടക്ടർ product of square of current in the conductor, then the resistance of the conductor and time of current flows. Clear? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി അതിനകത്തോട് ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് എനർജി കൂടും റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് എനർജി കൂടുതൽ ടൈം കൂടുതൽ ഒഴിക്കൽ നമുക്ക് മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അയൺ ബോക്സ് എടുക്കുന്നു കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അയൺ ബോക്സിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാവും കൂടുതൽ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഇതാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കണ്ടു വർക്ക് ഡണിന്റെ 2-3 ഇക്വേഷൻ കണ്ടു QV ദാറ്റ് ഈസ് ഈക്വൽ ടു IVT ദാറ്റ് ഈസ് ഈക്വൽ ടു I square RT പിന്നെ കണ്ടു Q is equal to I by T അല്ല so that is equal to I is equal to Q by T then നമ്മൾ പിന്നെ എന്താ കണ്ടു പിന്നെ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം As a token of gratitude, please like to this particular video. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങളോ ഒക്കെ കമന്റ് സെക്ഷനിൽ പറയുക കീപ് വാച്ചിങ് കീപ് ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ